കോഴിക്കോട് അരീക്കോടിന് സമീപം റെയിൽവേ ട്രാക്കിൽ വീണ്ടും മരം വീണു. റെയിൽവേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി. ഇന്നലെയും ട്രാക്കിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതേസമയം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും നസീർ ബാബു ചേരുന്നു. നസീർ, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അഗ്നിരക്ഷാസേനയൊക്കെ എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അതെ, ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം ഏതാണ്ട് പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിലാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഈ ട്രാക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് മാത്തോട്ടത്തിന് സമീപമാണ് ഈ മരം ട്രാക്കിലേക്ക് വീണത്. സമാനമായ ഇന്നലെ തന്നെയും ട്രാക്കിലേക്ക് മരം വീണിരുന്നു. ശക്തമായ കാറ്റാണ് പ്രദേശത്ത് പലപ്പോഴും അടിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ ഇന്നലെ മരം മാത്രമല്ല, ഇന്നലെ മേൽക്കൂരയുടെ ഷീറ്റുകളും ട്രാക്കിലേക്ക് വീണിരുന്നു. പലപ്പോഴും ഇത് റെയിൽവേ ലൈനിനെയാണ് ബാധിച്ചത്. അതിനാൽ തന്നെ ട്രാക്ക് ക്ലിയർ ചെയ്താലും റെയിൽവേ ലൈൻ നന്നാക്കുന്നതിനുള്ള സമയം കൂടി എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ട്രെയിൻ ഗതാഗതത്തെ ഇത് സാരമായി ബാധിക്കുന്നത്. ഇന്നലെ ഏറെ നേരം രാത്രിയിൽ പോകേണ്ട പല പ്രധാനപ്പെട്ട ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. എന്നാൽ ഷൊർണൂർ റൂട്ടിലാണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. എന്നാൽ അത് അല്പസമയത്തിനകം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ റെയിൽവേ അധികൃതർ പറഞ്ഞത്. ജില്ലയിൽ പൊതുവെ മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ പല നദികളും തന്നെ ഏതാണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ജില്ലയിൽ തന്നെ നിരവധി വീടുകൾ. ശരി നസീർ ബാബു, കോഴിക്കോട് അരീക്കോട് റെയിൽവേ ട്രാക്കിൽ മരം വീണിരിക്കുകയാണ്. അത് റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നസീർ ബാബു ആയിരുന്നു.